അതിനുശേഷം അവിടെ ഏകദേശം ഒരു 12:30 കൂടി അവിടെ ഫുഡിന്റെ സെക്ഷൻ ആരംഭിക്കും. അവിടെ ചെറിയൊരു ക്യാൻറ്റീനാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പുറമെ നിന്ന് ചിലപ്പോൾ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊന്ന് നോക്കി കണ്ട് അത് ക്രമീകരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടാഗ് തരും. ആ ടാഗ് കഴുത്തിലിട്ടുകൊണ്ട് വേണം, അല്ലെങ്കിൽ അത് കയ്യിൽ പിടിച്ചാലും മതി ക്യാൻറ്റീനിലേക്ക് ചെല്ലാൻ. കാരണം പുറമേ നിന്ന് മറ്റുള്ള കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളോട് അവിടെ ചെല്ലുമ്പോൾ വീണ്ടും പൈസ ചോദിക്കും. അപ്പോൾ ആ ടാഗ് കൈവശം വെക്കുക. അതിനുശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ആക്ടിവിറ്റീസുകളുണ്ട്. കയാക്കിങ്, അതുപോലെ തന്നെ കൊട്ടവഞ്ചി, പെഡൽ ബോട്ട് സൗകര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. അതെല്ലാം നമ്മൾ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. പ്രത്യേകം ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെ സ്പീഡ് ബോട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം വേറെ റേറ്റ് കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അത്ര വലിയ ഒരു സ്പീഡിൽ പോകുന്നൊരു ബോട്ടല്ല, ഒരു നോർമൽ സ്പീഡിൽ പോകുന്നൊരു ബോട്ടാണ്. അതിന് കയറി കഴിയുമ്പോൾ എടുത്ത് പറഞ്ഞത് വേറൊന്നുമല്ല, കയറി കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്നോട് ചോദിക്കും സ്പീഡ് ബോട്ടിൽ കയറി എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ഇല്ലല്ലോ അതെ എന്ന് ചോദിക്കരുത്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കയറുകയാണെങ്കിൽ മാത്രം പ്രത്യേകം ഫീസ് കൊടുക്കേണ്ടി വരും. പറഞ്ഞു കൊടുത്താൽ പോരാ, മുഴുവൻ പൈസ അതുകൂടാതെ പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഊഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പ്രത്യേകം ഉപയോഗിക്കുക. പിന്നെ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് കായലിന്റെ ഒരു സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ചൂണ്ട ഇടാനായിട്ട് താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ചൂണ്ട കിട്ടും. അപ്പോൾ അതിന് ഇരയും അവിടെ നിന്ന് തന്നെ കിട്ടും. അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പാലക്കരയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ വലത് സൈഡിൽ ചൂണ്ട ഇടരുത്. ഇടുന്നതിന് കുഴപ്പമില്ല, മീനും കിട്ടും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. വേറൊന്നുമല്ല, മത്സ്യഫെഡിന്റെ അവർ വളർത്തുന്ന ഒരു ഫിഷ് ഹബ്ബാണ് ആ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മീൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ചൂണ്ടയിട്ട പെട്ടെന്ന് മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് മീൻ കിട്ടാൻ ഇടത് സൈഡിലിട്ടാം, ഇടത് സൈഡ് കൊണ്ടുവരാം. പക്ഷെ അതെ അതെ, അതവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്കവാറും അത്ര വലിയ മീനുകൾ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ചെറിയ മീനുകളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകതകളിലേക്ക് പോകാം. അതിലൊരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടു, എറണാകുളം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ വലതുവശത്ത് കാണുന്ന ഈ ഒരു പ്രദേശം, വട്ടവയൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇത് എറണാകുളം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. ഇടതുവശത്ത് കാണുന്നത് ആമചാടിത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ആമചാടിത്തുരുത്ത് നമ്മുടെ ഇത് ആമകളൊക്കെ ചാടി നടക്കുന്നത് കൊണ്ടുള്ളൊരു പേര് വന്നതല്ല കേട്ടോ. ഇവിടെ ഒരുപാട് ആമകളൊന്നും ഇല്ല. ഈ ഒരു പേര് വരാനുണ്ടായ കാരണം നമ്മുടെ പണ്ടൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു, ആമചാടിത്തേവര് എന്ന് പറയുന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനി. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ആ ഒരു സ്ഥലം ആമചാടിത്തുരുത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്മൃതി മണ്ഡപവും കാര്യങ്ങളുമെല്ലാം ഇവിടെ ഒരു വർഷം മുമ്പ് നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പാത്രം പോകുന്ന കോട്ടയം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. വലതുവശത്ത് കാണുന്നത് എറണാകുളം ജില്ലയിൽപ്പെട്ട വട്ടവയൽ എന്ന് പറയുന്നത്. അവർ രണ്ട് ജില്ലകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാണ് ആലപ്പുഴ ജില്ല എന്നൊരു ചിന്ത കൂടി ഉണ്ടാവും. ആലപ്പുഴ ജില്ലയുടെ നേരെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരെ സൈഡ് കാണാം. ഇത് കോട്ടയം, ഇത് ആലപ്പുഴ. അപ്പൊ നമ്മൾ ആലപ്പുഴക്കാണ് പോകുന്നത്. എന്നൻ പിള്ള ഈ വീടിന്റെ മഹാലക്ഷ്മി ഇവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചത് ഞാൻ മറക്കണോടോ ആ മറക്കണം. അപ്പോൾ അടുത്തതായി സ്ത്രീകളുടെ കയ്യിലാണെങ്കിൽ അവർക്ക് മുടിയിൽ ചൂടുന്ന, അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഉപാധിയായി മാറും. നേരെ കുറിച്ച് നമ്മളതൊരു 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 1
കച്ചവടക്കാരന്റെ കയ്യിലാണെങ്കിൽ അവനതൊരു വിൽപ്പന വസ്തുവായി മാറുന്ന ഒന്നാണ്. പക്ഷെ പൂജാരിയുടെ കയ്യിലെത്തിയാൽ അത് ഒരു പൂജ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു വസ്തുവായി മാറും. അപ്പൊ ഇങ്ങനെ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ ആസ്വാദനങ്ങൾ. കാരണം ഇത്രയും പേരിരിക്കുമ്പോൾ പലർക്കും പല അഭിരുചികളാണ്, പല രീതിയിലുള്ള ആസ്വാദനമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവിധ ആസ്വാദനവും ആസ്വദിച്ചുകൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള തിരിച്ചുള്ളൊരു യാത്രയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും പാണാവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ നിന്നാണ് ബോട്ട് സർവീസുകൾ നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്. പിന്നെ തിരിച്ചു പോകുമ്പോഴും ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ പാട്ട് പാടാനുള്ള ചെറിയൊരു അവസരം കൂടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ആ മധുരക്കിനാവ് പാടി ചേച്ചി ഒരു പാട്ട് കൂടി പാടുമെന്നൊരു പ്രതീക്ഷയില്ല. ആരാണ് അപ്പം അതേത് കളിയാണ്? നമുക്ക് ഈ ഗ്രൂപ്പില് ഏറ്റവും വലിയ കള്ളം പറയുന്നയാൾ നമുക്ക് ഈ സമയം ആദരിക്കാം. അതൊരു ചലഞ്ചാണ്. അപ്പം അത് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും, അത് കോമ്പറ്റീഷൻ ഇല്ല. പക്ഷെ അത് ഏറ്റവും വലിയ കള്ളം പറയുന്നയാൾ ആരാണെന്ന് തീരുമാനിക്കാനായിട്ട് രണ്ട് കള്ളന്മാര് അതിന്റെ ജഡ്ജസായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് മാത്യു, ഒന്ന് നമ്മുടെ കൊച്ചു കള്ളൻ രാജേഷ്. കൊച്ചുവെള്ളനാ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു സെക്ഷനിലേക്ക് ഒന്ന് പോകാം. വേറൊന്നുമില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു നമ്മൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലെ ആ ഒരു സംഗമ വേദിയിലൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാനായിട്ട് നമ്മൾ പാട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലായതുകൊണ്ട് സാധിച്ചില്ല. അപ്പോൾ അത് തുറക്കുന്നുണ്ട്